ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ഒരു മലയാളം മൂവിയാണ് ഡൊമിനിക്. മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഗൗതം മേനോൻ സംവിധാനം ചെയ്തൊരു മിസ്റ്ററി കോമഡി ത്രില്ലർ മൂവിയാണ് ഡൊമിനിക്. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. പുതിയ റൂമർ പ്രകാരം നവംബർ മാസമായിരിക്കും ഇതിന്റെ OTT റിലീസ്. അടുത്തതൊരു മലയാളം മൂവിയാണ് വള. ധ്യാൻ ശ്രീനിവാസൻ, ലുക്മാൻ, വിജയരാഘവൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഹർഷാദ് രചനയും മുഹഷിൻ സംവിധാനവും ചെയ്ത ഒരു കോമഡി മൂവിയാണ് വള. സൈന ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നവംബർ മാസം 13 ഈ മൂവിയുടെ OTT റിലീസ്. അടുത്ത മൂവി കരം. നോബിൾ ബാബു തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി വിശാഖ് സുബ്രഹ്മണ്യം, വിനീത് ശ്രീനിവാസൻ എന്നിവ നിർമ്മിച്ച് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്തൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് കരം. മനോരമ മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മൂവി പാണ്ട പ്ലാൻ. ജാക്കി ചാനാണ് ഇതിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഇതൊരു ആക്ഷൻ കോമഡി മൂവിയാണ്. ലയൺ ഗേറ്റ്സ് പ്ലേയിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ നവംബർ 14 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത മൂവി തലവര. അർജുൻ അശോകൻ, രേവതി ശർമ്മ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അഖിൽ അനിൽകുമാർ രചനയും സംവിധാനം നിർവഹിച്ചൊരു സിനിമയാണ് തലവര. ആമസോൺ പ്രൈമിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മലയാളം മൂവി ദി പെറ്റ് ഡിറ്റക്റ്റീവ്. ഷറഫുദ്ദീൻ, അനുപമ പരമേശ്വരൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രണീഷ് വിജയൻ രചനയും സംവിധാനം നിർവഹിച്ചൊരു കോമഡി മൂവിയാണ് ദി പെറ്റ് ഡിറ്റക്റ്റീവ്. നല്ല രീതിയിൽ കളക്ഷൻ നേടി മുന്നേറുന്ന സിനിമയുടെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ അല്ലെങ്കിൽ ആമസോൺ പ്രൈം വീഡിയോ സ്വന്തമാക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി ഡിസംബറോടെ OTTയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തത് ഒരു മലയാളം സീരീസാണ് കപ്ലിംഗ്. സർജാനോ ഖാലിദ്, ശ്രീനാഥ് ബാബു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ പ്രമോദ് മോഹൻ സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് വെബ് സീരീസ് ആണ് കപ്ലിംഗ്. മനോരമ മാക്സിലൂടെ നവംബർ 14 മുതൽ ഈ സീരീസ് റിലീസ് ചെയ്യും. ഇതൊരു മലയാളം മൂവിയാണ് സംഘർഷഘടന. വിഷ്ണു അഗസ്ത്യ, ശ്രീനാഥ് ബാബു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കൃഷാദ് RK സംവിധാനം ചെയ്തൊരു ക്രൈം ഡ്രാമ മൂവിയാണ് സംഘർഷഘടന. സൺനെക്സ്റ്റിലൂടെ നവംബർ 14 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. അടുത്തതൊരു വെബ് സീരീസ് ആണ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്. ഷാജു ശ്രീധർ, ജയൻ ചേർത്തല, ശ്രീജിത്ത് രവി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സൈജു SS സംവിധാനം ചെയ്തൊരു ഹൊറർ കോമഡി വെബ് സീരീസ് ആണ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്. നവംബർ 14 മുതൽ C5ലൂടെ ഈ സീരീസ് റിലീസ് ചെയ്യും. അടുത്ത മലയാളം മൂവി ബാൾട്ടി. ഷെയ്ം നിഗത്തിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഉണ്ണി ശിവലിംഗം രചനയും സംവിധാനം നിർവഹിച്ചൊരു സ്പോർട്സ് ആക്ഷൻ ചിത്രമാണ് ബാൾട്ടി. ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിത്രം നവംബർ മാസം റിലീസിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് പാതിരാത്രി. സൗബിൻ ഷാഹിർ, നവ്യ നായർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രത്തീന രചന സംവിധാനം നിർവഹിച്ചൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് പാതിരാത്രി. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ അല്ലെങ്കിൽ മനോരമ മാക്സ് സ്വന്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അങ്ങനെയാണെങ്കിൽ മൂവി നവംബർ മാസം പകുതിയോടെ OTTയിൽ റിലീസ് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അടുത്ത മൂവി ബാന്ദ്ര. ഉദയകൃഷ്ണ രചനയിൽ അരുൺ ഗോപി സംവിധാനം ചെയ്ത് ദിലീപ്, തമന്ന ഭാട്ടിയ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ബാന്ദ്ര. 2023 റിലീസായ ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസ് ആണ്. നവംബർ മാസം ആദ്യവാരം OTTയിൽ റിലീസ് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ഇതൊരു ഹിന്ദി മൂവിയാണ് ദ ബംഗാൾ ഫയൽസ്. വിവേക് അഗ്നിഹോത്രി രചന സംവിധാനം നിർവഹിച്ചൊരു ഹിസ്റ്ററി ത്രില്ലർ മൂവിയാണ് ബംഗാൾ ഫയൽസ്. C5 ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നവംബർ 21 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. അടുത്തതൊരു മലയാളം മൂവിയാണ് അവിഹിതം. മറിമായം എന്ന പരമ്പരയിലൂടെ ശ്രദ്ധേയനായ ഉണ്ണിരാജ ചെറുവത്തൂരും രഞ്ജിത്ത് കങ്കോലയും കേന്ദ്ര കഥാപാത്രമാക്കി സെന്ന ഹെഗ്ഡെ സംവിധാനം ചെയ്തൊരു കോമഡി ഡ്രാമ ചിത്രമാണ് അവിഹിതം. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നവംബർ 14 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. ഇതൊരു തമിഴ് മൂവിയാണ് ഡ്യൂട്ട്. ഒരു റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് ഡ്യൂട്ട്. കീർത്തിശ്വരൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പ്രദീപ് രംഗനാഥൻ, മമിത ബൈച്ചു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നവംബർ 14 റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസ് ആണ് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5. ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ഹൊറർ ഡ്രാമ സീരീസ് ആണ് സ്ട്രേഞ്ചർ തിങ്സ്. 3 പാർട്സ് ആയിട്ടാണ് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ റിലീസ് ചെയ്യുന്നത്. ഫസ്റ്റ് വോളിയം നവംബർ 27 സെക്കൻഡ് വോളിയം ഡിസംബർ 26 ഫൈനൽ എപ്പിസോഡ് 2026 ജനുവരി 1 OTTയിൽ റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു തമിഴ് മൂവിയാണ് യോളോ. ദേവ് കെ ആൻഡ് ദേവിക സതീഷ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി S. സാം സംവിധാനം ചെയ്തൊരു മിസ്റ്ററി ഫിലിമാണ് യോളോ. സിംപ്ലി സൗത്തിലൂടെ നവംബർ 14 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും.